ക്ഷേത്രത്തിൽ ബൗൺസർമാർ വേണ്ട എന്ന ഹൈക്കോടതി. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തരെ നിയന്ത്രിക്കാൻ ബൗൺസർമാരെ നിയോഗിച്ചതിലാണ് നടപടി. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി. തെറ്റുപറ്റിയെന്നും ഇനി ആവർത്തിക്കില്ല എന്നും കൊച്ചിൻ ദേവസ്വം ബോർഡും കോടതിയെ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ് ബിഗ് ഇമ്പാക്ട് ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഈ വാർത്ത വളരെ ഗൗരവത്തോടുകൂടിയാണ് നമ്മൾ തെളിവുകൾ സഹിതം അവിടുത്തെ അന്നത്തെ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തത്. ഇക്കാര്യത്തിൽ കോടതി എന്തൊക്കെ നിർദ്ദേശങ്ങളും ഓർമ്മപ്പെടുത്തലും നടത്തുന്നുണ്ട് ബിനിൽ? പ്രതീക്ഷയെ, ഈ കഴിഞ്ഞ വൃശ്ചികോത്സവത്തിനാണ് തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ബൗൺസർമാരെ ദേവസ്വം ബോർഡ് ഇറക്കിയത്. അവർ കറുത്ത ടീഷർട്ടുകളൊക്കെ ഇട്ട് ബൗൺസേഴ്സ് എന്നൊക്കെ എഴുതിയ ആ ടീഷർട്ടൊക്കെ ഇട്ട് നിന്ന് ഭക്തരെ നിയന്ത്രിക്കുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് മാതൃഭൂമി ന്യൂസ് ആ വാർത്ത പുറത്തേക്ക് വിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തുകയായിരുന്നു. അപ്പോൾ തന്നെ ഹൈക്കോടതി ചോദിച്ചു, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ബൗൺസർമാരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ച് അവരെ ഭക്തരെ നിയന്ത്രിക്കാനുള്ള ചുമതലകൾ ഏൽപ്പിച്ചതെന്ന ചോദ്യം ചോദിച്ചിരുന്നു. അതിന് മറുപടിയായി ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിലെത്തിയവർ പറഞ്ഞത് തങ്ങൾക്കൊരു തെറ്റ് സംഭവിച്ചു, ഇനി അത് ആവർത്തിക്കില്ല എന്ന കാര്യം അവർ കോടതിയെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് മേലാൽ ഇത്തരം സംഭവങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഇതിൽ കൃത്യമായൊരു ഔചിത്യമില്ലായ്മ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമാണ് കോടതിക്കും ബോധ്യപ്പെട്ടത്. കാരണം ക്ഷേത്ര വളപ്പിനകത്ത് ഭക്തരെ നിയന്ത്രിക്കാൻ വേണ്ടി ബൗൺസർമാരെ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് അത് ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഈ ബൗൺസേഴ്സൊക്കെ നമ്മളിപ്പോൾ പുതിയ കാലഘട്ടത്തിൽ കാണുന്നതാണ്. ഈ സിനിമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്രയും വലിയ ഷോകൾക്കൊക്കെ വരുന്ന ആളുകളെയൊക്കെ നിയന്ത്രിക്കാനാണ് ഈ ബൗൺസർമാരൊക്കെ വന്ന് നിൽക്കുന്നത്. ഇത്തരത്തിൽ മസിലൊക്കെ പിടപ്പിച്ച് ബൗൺസർമാരൊക്കെ വന്ന് ക്ഷേത്രത്തിനകത്ത് നിന്ന് ഭക്തരെയൊക്കെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായ രീതിയല്ല എന്ന് കോടതിക്കും കൂടി ബോധ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് കോടതി ഇത്തരം സംഭവങ്ങൾ മേലാൽ ആവർത്തിക്കരുതെന്ന കർശനമായ നിർദ്ദേശം കൊച്ചിൻ ദേവസ്വം ബോർഡിന് വിവരങ്ങൾ നൽകിയത്.